ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഈ ഉമ്മത്തിനുള്ള ചികിത്സ ഇനി 5 എണ്ണമാണ്. 5 ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. 5 ചികിത്സകൾ. ഒന്ന് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ. ആയത്തുൽ കുർസി അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഭയങ്കര അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമിന്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ഖുർആൻ? അള്ളാഹുവിന്റെ കല, അള്ളാഹുവിന്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ? ഇതിനും വലിയ നിഅമത്ത് ലോകത്തുണ്ടോ? നമ്മുടെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശിഫയില്ലേ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ? യാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ, പറഞ്ഞേക്കണം. വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അള്ളാഹു ബറക്കത്ത് തരില്ല കേട്ടോ. അള്ളാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ? എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അള്ളാഹുവിനെ അനുസരിക്കാത്ത പോക്കാണത്. നിർത്തിക്കോ ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ, പെണ്ണെ, നമ്മൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാം. ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഇനി ഞാനും നീയും ബന്ധമില്ല കേട്ടോ. നിക്കാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹിന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാരാ. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, നിയമം അള്ളാഹുവിനാണ്. വലഹുൽ മുൽക്ക്, നിയമം അള്ളാഹുവിനാണ്. ഇവിടെ ലില്ലാഹിൽ ഹുക്മു മിൻ ഖബ്ലു വമിൻ ബഅദു, ഇടപെടാനുള്ള അധികാരം അള്ളാഹുവിനാണ്. ഹറാം ഉപയോഗിക്കലിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ. മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മആസിഫു അലാ റൂസിഹിം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹദീസ്, അതിന്റെ ബാക്കിയിൽ വൽ മആസിഫു അലാ റൂസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റൂസിഹിം, അവരുടെ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം. ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞെന്നറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക, ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കൊക്കെ ഹറാമല്ലേ? ഏതാ ഹലാലുള്ളത്? ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നറിയുന്ന പടച്ചവനാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസ അൽ-അശ്അരി നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം. അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ. മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീലാ. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ. നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം. വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആൻ മധുരമായി ഓതണേ നബിയെ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ? പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും. അത് മനോഹരമായിട്ട് ഓതണം.
ബഗ്ദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബി ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ പാട്ട് പാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാ ലിതിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൂടെ? ഒരു വാക്കാണ് പറഞ്ഞതാ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത്. സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട്, പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗ്ദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക, നന്മയിലേക്ക് തിരിച്ചുവിടണം. അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നബി തങ്ങൾ വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? മക്കം ഫതഹായപ്പോ കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിച്ചത് ആരാണ്? ആരാ വാങ്ക് വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല അൻ. അപ്പോൾ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്. ചെറുപ്പക്കാരനാ, 17 വയസ്സായിരുന്നു. അപ്പം ഇങ്ങനെ കളിയാക്കി, അതിനൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി. നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, എന്നാ ബാങ്ക് കൊടുക്കും, ഞാൻ കൊടുത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പറയ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹ്ദൂറ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു, അങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പനെടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. കാരണം അള്ളാഹുവിന് വേണ്ടി ഒരാൾ ബാങ്ക് കൊടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യേണ്ടതെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ നീയത്ത് ശരിയാവണം. അള്ളാഹുവിൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾ ആൾക്ക് നിർത്തിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൈവേർട്ട് ചെയ്യുന്നു. ഖുർആൻ മധുരമാണ്. ഖുർആൻ മധുരമല്ലേ? എത്ര വലിയ മധുരമാണ് ഖുർആനിന്. അബു ഹഫ്സ് അബ്ദുൽ മാലിക് ക്ലെയർ, അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റെസ്ലർ, അയാൾ പറഞ്ഞു, I have read many books. I didn't know there are books that are recited. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള റെസ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ, മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്തോതിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, യൂട്യൂബിൽ കാണും. എന്തൊരു മനോഹരം. അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട്, പെണ്ണിൻ്റെ ചുരുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്നാൽ മാപ്പിളപ്പാട്ടെന്ന് പേരിടുക. എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കണം. അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല. നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാടുന്ന, അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ. അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നി അക്റഹു അൻ യുഖാല ഇന്ന ഫീ ദീനികും ഗിൽദ. നിങ്ങളുടെ ഈ ദീൻ ഒരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം, അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ. അത്രേ വേണ്ടൂ, അത്രേ പ്രശ്നമുള്ളൂ. എപ്പോഴും ശ്വാസം പിടിച്ച് നടക്കാൻ ഒന്നും വേണ്ട, ചിരിച്ചോളൂ, കുഴപ്പമില്ല. തബസ്സുമുഖ ഫീ വജ്ഹി അഖീക ലക സ്വദഖ. ചിരിച്ച കൂലിട്ടുന്നല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റിവെക്കണം. ഇനി നിങ്ങൾക്ക് ആരൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് അല്ലേ? വി ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ്. ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും. ചില ആളുകൾ അനുകരിക്കാൻ തോന്നും, അയാളെപ്പോലെ
ഒരു പെണ്ണിന് അവളെ പോലെ എനിക്കാവണം. അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ളൊരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിൽ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എൻ്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ്, എൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കോപ്പി അടിച്ചോ. ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും, അത് എൻ്റെ റസൂലായിക്കോട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ അസുഖത്തിന്, ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ്, ഖുർആൻ ഓതലാണ്. വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ? നമ്മുടെ മാംഗോ, എന്ത് മാംഗോ? മാങ്ങയാണത്. ഖുർആൻ കേൾക്ക്. USB ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ? നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് നടന്നൂടെ? നമ്മൾ യാത്രയിൽ ഉപകരിച്ചൂലേ? ഖുർആൻ കേട്ടേക്കണം. ഒരു വാദ്, ഒരു ദീനിയായ ഉപദേശം, ഒരു നസീഹത്ത്, ഒരു ദിക്ർ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ആ പാട്ടൊക്കെ നിർത്തിക്കൂടെ? ഫുലാൻ പാടി, ഫുലാൻ കമ്പോസ് ചെയ്തു, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു, ഇതാ അടുത്ത പാട്ട്. ഈ പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് കയറിക്കൂടിയില്ലയോ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട്, കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട്. അവിടെ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട്. നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് രാത്രി ഖുർആൻ ഓതാണ്. രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ ഖുർആൻ ഓതുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ? വാപ്പ വരുന്നുണ്ട് പാതിരാത്രി. ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് വിഷയം. ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക, അടുക്കളയിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പം കിട്ടി, ഒന്ന് ഓൺ ചെയ്താ അല്ലാഹ് അതിൻ്റെ ഇടയ്ക്കൊന്ന് ഖുർആൻ ഓതിക്കൂടെ? ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ? നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനുമുള്ളത് പൈശാചിക മാതൃകകൾ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരങ്ങനെ ചാടുന്നു. രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി ചെന്ന് നോക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘം ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. നേരം വെളുത്ത് ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആൻ ഓതുമ്പോൾ എൻ്റെ കുതിര ഇങ്ങനെ ചാടുന്നു. ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല. ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു ഗമാമതൻ, ഞാനൊരു മേഘം കണ്ടു നബിയേ, ഫീഹാ സുറുജുൻ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് മേഘമായി കടന്നു പോകുന്നത്, ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തിൽക സകീനത്തുൻ നസലത് ലിഖിറാഅതിക യാ ഉസൈദ്. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ ഖുർആൻ ഓതിയ ആ മധുരമുള്ള ഖിറാഅത്ത് കേൾക്കാൻ ശാന്തമായ രാത്രിയിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതായിരുന്നു. നിങ്ങൾ നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ ലറഅത്ഹന്നാസു അയാനാ, സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഖുർആൻ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് തുടങ്ങി. നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ. ചെറുപ്പക്കാരൊന്ന് 7 ദിവസം നിങ്ങൾ പരിശ്രമിക്കിൻ. 8ാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. തുടർച്ചയായ 7 ദിവസം. ഖംസത്തുൻ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വഖലാഉൽ ബത്നി, രണ്ടാമത്തേത് വയറ് നിറച്ച് ഭക്ഷിക്കല്ലേ, ഭക്ഷണം ഒന്ന് ചുരുക്കിൻ. ഖലാഉൽ ബത്നി,
വയറെന്ത് ചെയ്യണം? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. ഇന്ന ശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമത്തി അക്തറുഹും ജശഅൻ ഫിദ്ദുനിയ. ഇവിടെ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം മിനിമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ. 50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തങ്ങൾ 17 യുദ്ധം ചെയ്തത്. 50 വയസ്സ് കഴിഞ്ഞിട്ട് 40-ലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് ആരോഗ്യം ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് കുടവയറില്ലായിരുന്നു എന്നാ. തങ്ങളുടെ ശരീരം വളരെ അനീഖ് വടിവത്ത ശരീരമായിരുന്നു തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 കിലോ ഭാരം വരും അന്നത്തെ ഒരു പടയങ്കി. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇരുമ്പിൻ്റെ പടയങ്കി ധരിക്കും. ദിർഅ, ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് ഉണ്ടാക്കിയിരുന്ന ദിർഅ 14 കിലോ ഭാരം വരും. അത് ധരിച്ചിട്ട് വേണം ഈ 50 വയസ്സുള്ള തങ്ങൾ പോവാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറ്റുമോ? പഞ്ചാര ചാക്ക് പൊക്കാൻ വരുന്നില്ല, അപ്പോൾ വേണം ഓട്ടോറിക്ഷ. ഖലാഉൽ ബത്നി, നിങ്ങൾ വയറിനെ സൂക്ഷിച്ചാൽ പിശാചിന് നിങ്ങളെ കണ്ണിനെ വഞ്ചിക്കാൻ കഴിയില്ല. വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത്. വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത്. മഹാനായ ഇമാം ഗസാലി തങ്ങൾക്ക്, അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഭയങ്കരമായൊരു വാക്കുണ്ട്. മനുഷ്യന്റെ വയറിന് വിശന്നാൽ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന, പിന്നെ ഒന്നിനും ആവശ്യമില്ല, വിശപ്പടങ്ങി. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. പിന്നെ അത് വേണം, ഇത് വേണം, അത് പിടിക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും. വയറിന് വിശന്നാൽ അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു. അതുകൊണ്ടാണ് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ്. ഖലാഉൽ ബത്നി, ഖലാഉൽ ബത്നി, ഹലാലായ കുലൂ മിനത് ത്വയ്യിബാത്ത്, ഹലാൽ നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കല്ലിൻ. മൂന്നാമത്തേത് ഖിയാമുൽ ലൈലി, രാത്രികാലത്തുള്ള നിസ്കാരമാണ്. വത്തളർഉ ഇൻദസ്സഹരി, അത്താഴ നേരത്ത് അല്ലാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ മാപ്പ് തരണേ എന്ന് സുബ്ഹി നേരത്ത് അല്ലാഹുലേക്ക് മുന്നിടണം. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ. ആ നേരത്ത് തളർഉ, പടച്ചവനെ മാപ്പുതാ, അല്ലാഹ് മാപ്പുതാ പടച്ചവനെ എനിക്ക് പുറത്തുതാർ. ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് യാ അല്ലാഹ് സുബ്ഹിയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം. അള്ളാഹുവിന് വേണ്ടി ആ അത്താഴ നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചോ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ, റബ്ബ് ഉത്തരം തരും. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. പകലാകുന്നതിൻ്റെ സുബ്ഹിക്ക് വാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. ലോകകപ്പ് കാണാൻ വേണ്ടി, അതിൻ്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തൻ്റെ കൈക്കുമ്പിളിൽ കോഫിയുമായി പിടിച്ചു നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ, അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് ചോദിക്കൂലേ? മറ്റവൻ്റെ കാലുകൊണ്ടവൻ ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ, റൂം അടച്ചുപൂട്ടി കിടക്കുന്ന സഹോദരാ, നീ ഒറ്റക്കാണെന്ന് വിചാരിക്കല്ലേ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. ബൽ അലൈക റഖീബു, നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ, അള്ളാഹു ഒരു അനുഗ്രഹം തന്നു കേട്ടോ, എൻ്റെ ഉമ്മവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി, ഞാൻ ഒറ്റക്കാണ്, ഞാൻ എൻ്റെ റബ്ബ് ഒറ്റക്ക് നടക്കട്ടെ, എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ, ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, ആരും ഇത് അറിയാനും പോകുന്നില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കട്ടെ, അതിനുവേണ്ടി അള്ളാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നതാണ്, ഞാൻ കുറേ നന്മ ചെയ്യട്ടെ. ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് ഞാനൊരു 500 തവണയെങ്കിലും ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ നേരണ്ടോ നോക്കട്ടെ, കുറച്ച് ഖുർആൻ ഓതട്ടെ, ഞാനും അള്ളാഹുവും ഒറ്റക്കായല്ലോ. ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒറ്റക്ക എന്ത് തോന്നിയോ, നീ ഒറ്റക്കാവുന്നില്ലല്ലോ. അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനെ, നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറയാം, അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത്. എങ്ങനെ? നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത്.
നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ, അത് കാഫിറല്ലേ, അങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ എങ്ങനെ മുഅ്മിന് തെറ്റ് ചെയ്യുക? തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണ്ടേ? വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അങ്ങനെ ശുനകന്മാരെ പോലെ അങ്ങാടി ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ, പാതിരാ നേരം അങ്ങാടി ചുറ്റാനുള്ള നേരമല്ല. ഇശാ കഴിഞ്ഞാൽ ഇൽമ പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്ലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത്. സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന 3 എക്സ്ക്യൂസുകൾ. ഒന്ന്, ഇൽമ പഠിക്കാൻ. ആ പഠിത്തത്തിലായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യട്ടെ. ഇൽമ പഠിക്കാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചു ഇശാന്റെ ശേഷം. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല. ഇശാ കഴിഞ്ഞിട്ടായിക്കോട്ടെ തൻ്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭർത്താവിന് കുഴപ്പമില്ല. പിന്നെ ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഇശാഇന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം. ഇശാ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, മസ്ലഹത്തിന് വേണ്ടി, മഫ്സദത്തിന് വേണ്ടിയല്ല. ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ്. എന്നിട്ട് early to bed, early to rise, നേരത്തെ കിടക്ക്, നേരത്തെ എഴുന്നേൽക്ക്. ഉന്മേഷത്തോടുകൂടെ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റും അല്ലേ? പാതിരാത്രി വരെ ടി വി കണ്ടിട്ട് അങ്ങനെ കിടക്കുക, റിമോട്ടും കൈ പിടിച്ചവൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. എൻ്റെ മുഅ്മിനെ, മലക്കുൽ മൗത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിന് അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരിക. നീ നല്ലത് കണ്ടോ, അള്ളാൻ്റെ നന്മയുടെ മലക്ക്, റഹ്മത്തിൻ്റെ മലക്ക് വരിക. അല്ലേ നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്ന തോന്നിയവാസം കണ്ട് കടന്നതാണ്. നീ അവസാനം കണ്ടത് ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹിന്റെ സബാനിയത്തിന്റെ അദാബിന്റെ മലക്കുകളാ നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക. ടി വി കണ്ടിട്ടൊന്നും ഉറങ്ങണ്ടൊക്കെ പൂട്ടി വെച്ച് ദിക്ർ ചൊല്ലി കടന്നോ.